ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 10 ശ്ലോകം 3. താവത്സസർജ മനസാ സനകം സനന്ദം ഭൂയ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാ ത്വത്പാദഭക്തിരസികാ ജഗൃഹുർവാണീ. സാരാംശം. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാന്റെ അനുഗ്രഹത്താൽ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെട്ട ബ്രഹ്മദേവൻ അവിദ്യാകാരകമായ 5 സൃഷ്ടികളെ ചെയ്തു. അതിൽ വ്യാകുലനായ ബ്രഹ്മദേവൻ ഭഗവദ്ധ്യാനത്തിൽ മുഴുകി എന്ന് പറഞ്ഞുകൊണ്ടാണ് മേൽപ്പത്തൂർ കഴിഞ്ഞ ശ്ലോകം ഉപസംഹരിച്ചത്. ബ്രഹ്മദേവൻ അവിടുത്തെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ 4 പേരെ സൃഷ്ടിച്ചു. താമസമ്മിന ഈ 4 പേരും ബ്രഹ്മദേവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവരോട് സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെട്ട് തന്നെ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഇതുവരെ ബ്രഹ്മദേവൻ ഒറ്റയ്ക്കാണ് സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് സൃഷ്ടി ചെയ്തിരുന്നതും മനസ്സാണ് അതിൽ പ്രധാനം. ഈ മനസ്സുകൊണ്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടവരാണ് സനകാദികൾ എന്ന 4 പേർ. സനകാദികൾ ജന്മം കൊണ്ടു തന്നെ കഠിനമായ നൈഷ്ഠിക ബ്രഹ്മചാരികളായിരുന്നു. മാത്രമല്ല അവർ 4 പേരും അല്ലയോ ഭഗവാനെ അവിടുത്തെ പാദഭക്തിയിൽ ആകൃഷ്ടരായി ഭക്തിരസത്തിൽ ആറാടുകയായിരുന്നു. അക്കാരണത്താൽ പിതാവിൻ്റെ നിർദ്ദേശം സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. തികഞ്ഞ സ്വാത്വിക ഗുണങ്ങളാണ് സനകാദികളിൽ നിറഞ്ഞിരുന്നത്. എന്നാൽ സൃഷ്ടികർമ്മങ്ങൾ രജോ ഗുണത്തിലും തമോ ഗുണത്തിലുമാണ്. സൃഷ്ടി ചെയ്യൽ ബന്ധനത്തിനും കൂടി കാരണമായി വരും. അവിടുത്തെ പാദഭക്തി രസത്തിൽ മാത്രം ആകൃഷ്ടരായ സനകാദികൾ ബ്രഹ്മദേവൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.